Welcome to Blessing Today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. Today, I believe the Lord is going to do something new in your life. ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതായി ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. I just want to read a comment from Sharon Susmita that we have collected from social media. സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ച ഒരു കമൻറ്റാണ്, ഷാരൻ സുഷ്മിതയുടെ കമൻറ്റാണ് വായിക്കാൻ പോകുന്നത്. Everything from Blessing Today is a great blessing. ബ്ലെസ്സിംഗ് ടുഡേയിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും വലിയൊരു അനുഗ്രഹമാണ്. It helps in the nourishment of inner soul, and also it strengthens us a lot. അത് നമ്മുടെ പ്രാണന്റെ പോഷണവും അപ്പോൾ തന്നെ അതിശക്തമായിട്ട് നമ്മളെ ബലപ്പെടുത്തുന്നതുമാണ് ഇതിലെ സന്ദേശം. Starting a day with morning glory is really just a great boost up for me to encourage myself. എന്നെ തന്നെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള ഒരു വലിയൊരു ബൂസ്റ്റപ്പാണ് രാവിലെ തന്നെ ഈ ഒരു സന്ദേശം കേൾക്കുക എന്നുള്ളത്. Attending healing crusade and getting miracle with faith and Sunday service to carry the anointing for a complete week. അത് മാത്രമല്ല വൈകുന്നേരം വെള്ളിയാഴ്ച വൈകുന്നേരം നടക്കുന്ന ഹീലിംഗ് ക്രൂസൈഡിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും ഒക്കെ പ്രാപിക്കുന്നു. അതോടൊപ്പം തന്നെ ഞായറാഴ്ച ദിവസങ്ങളിലെ ആരാധനയിൽ ഒരാഴ്ചത്തേക്ക് വേണ്ട പരിപൂർണമായ കാര്യങ്ങൾ പ്രാപിച്ചെടുക്കുന്നു. And may God bless this ministry abundantly and help to come up with innumerable services. ദൈവം ഈ ഒരു ശുശ്രൂഷയെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും എണ്ണമില്ലാത്ത വിധത്തിലുള്ള സർവീസുകൾ ഇതിൽ നിന്ന് പുറത്തു വരട്ടെ. Thank you so much, Sharon Susmita. ഷാരൻ സുസ്മിത, വളരെ നന്ദി. And I encourage you also to put some comments about all these services after the live is over. ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇത്തരത്തിൽ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. Let the whole world know what you are experiencing, and your suggestions and your experiences and your comments. നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ കമൻറ്റുകളും അതുപോലെ നിങ്ങളുടെ സജഷൻസും ഒക്കെ ലോകമെമ്പാടുമുള്ളവർ അറിയട്ടെ. All right, let's pray for the sponsors. ഇന്നത്തെ നമ്മുടെ സ്പോൺസർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ സ്പോൺസർ തിരുവനന്തപുരത്ത് നിന്ന് ബിനു ലേഖയാണ്. Oh, thank you so much, Binu Lekha. നാളെ ബിനു ലേഖയുടെ ജന്മദിനമാണ്. Oh, happy birthday in advance. ഏപ്രിൽ 15 ഭർത്താവ് ഷാജിയുടെയും ജന്മദിനം വരാൻ പോവുകയാണ്. Again, happy birthday in advance. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇവർ രണ്ടുപേരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. മകൻ നീരജിന് 10ാം ക്ലാസ്സിൽ കർത്താവ് എക്സാമിൽ ഉന്നത വിജയം ലഭിക്കുവാൻ, ആത്മീയമായി വളരുവാൻ വേണ്ടി കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവെ, അടുത്ത നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത് ആറ്റിങ്കിൽ നിന്ന് ഒരു വെൽവിഷറാണ്. Oh, thank you so much. കർത്താവെ, ആ വെൽവിഷറിനും സുഹൃത്തിനും സഹോദരിയുടെ മകനും സ്ഥിരമായ ഒരു ജോലി ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ, അങ്ങയുടെ വഴിവാതിലുകൾ അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അത്ഭുതങ്ങൾ ചെയ്തതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. Thank you so much, today's sponsors. ഇന്നത്തെ സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേകമായ നന്ദി ഇപ്പോൾ അറിയിക്കുകയാണ്. And I encourage all the viewers to join in this journey. അതുമാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും ഈ യാത്രയിൽ പങ്കുകാരാകുവാൻ ഞാൻ നിങ്ങളെ You പ്രോത്സാഹിപ്പിക്കുന്നു. can sponsor Morning Glory episodes or Healing Crusade or Sunday live telecasts. ബ്ലെസ്സിംഗ് ടുഡേയുടെ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡുകളോ ഈവനിംഗ് ക്രൂസൈഡുകളോ അല്ലെങ്കിൽ സൺഡേ ലൈവ് ടെലികാസ്റ്റുകളോ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ സാധിക്കും. You can just call up the prayer line or get details from the screen or from the website. ഈ സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പ്രയർ ലൈൻ നമ്പറിലേക്ക് വിളിക്കാം, അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ തന്നിട്ടുണ്ട്. Okay, let us worship the Lord. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. ഇന്ന് കർത്താവാണ് നമ്മുടെ ഏറ്റവും വലിയ ആശ്രയം എന്നുള്ളത് നമ്മൾ ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് മുറുകെ പിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആശ്രയം എന്ന് പറയുന്നത് യേശു തന്നെയാണ്. ഒരിക്കലും കൈവിടാതെ, ഒരിക്കലും താഴെ വീഴുവാൻ സമ്മതിക്കാതെ നമ്മെ എപ്പോഴും പരിപാലിക്കുന്ന, എപ്പോഴും എനിക്ക് ഏതൊരു ആപത്തിൽ നിന്നും ഓടി ഒളിക്കുവാൻ കഴിയുന്ന നല്ലൊരു ആശ്രയം, നല്ലൊരു സങ്കേതം അത് യേശു മാത്രമാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. ആശ്രയം നിന്നിൽ മാത്രം യേശുവേ. ആശ്രയം നിന്നിൽ മാത്രം, ആകുലം തെല്ലും ഇല്ല. എന്നോട് കൂടെ ഒന്ന് ചേർന്ന് പാടാം. ആശ്രയം നിന്നിൽ മാത്രം, ആശ്രയം നിന്നിൽ മാത്രം, എനിക്ക് ആകുലമില്ല, ആകുലം തെല്ലും ഇല്ല. ഈ പാരിതിൽ
മാത്രമൻ സങ്കേതമായി എൻ ദൈവമേ. ഈ പാരിതിൽ നീ മാത്രമൻ സങ്കേതമായി എൻ ദൈവമേ. ചെന്ന് വിളിക്കാം യേശുവേ, 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 നീ മാത്രമെൻ ആശ്രയം. ഓ യേശുവേ, എൻ യേശുവേ, നീ മാത്രമെൻ ആനന്ദം. ഞാൻ കൂരിലൂടെ താഴ്വരയിൽ കൂടെ നടന്നാലും ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. അതിനൊരു കാരണമുണ്ട്, എൻ്റെ കർത്താവിൻ്റെ കൂടെ. പാടാം കൂരിലും താഴ്വരയിൽ. കൂരിരുൾ താഴ്വരയിൽ ഞാൻ നടക്കും, ഓ ഭയം കൂടാതെ. പാടാമോ? കൂരിരുൾ, കൂരിരുൾ താഴ്വരയിൽ ഞാൻ നടക്കും, ഭയം കൂടാതെ. ജീവിക്കും അന്ത്യം വരെ നിൻ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. ജീവിക്കും അന്ത്യം വരെ നിൻ സാന്നിധ്യം ഓ അനുഭവിച്ചു. യേശുവേ, 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 നീ മാത്രമേ ആശ്രയമോ. യേശുവേ, യേശുവേ, നീ മാത്രമേ യേശുവേ. ഓ യേശുവേ, ഓ എൻ പ്രാണനാഥനാം യേശുവേ, നീ മാത്രമേ എൻ്റെ ആശ്രയം. ഓ യേശുവേ, ഓ യേശുവേ, നീ മാത്രമേ ആനന്ദം. യേശുവേ, നീ മാത്രമേ ആനന്ദം. All right, today I'm going to talk about the Father's blessing. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന പിതാവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. Even during the biblical times, the Father's blessing was counted a great thing. ബൈബിൾ കാലഘട്ടത്തിൽ പോലും പിതാവിൻ്റെ അനുഗ്രഹങ്ങളെ വലിയ കാര്യമായിട്ടാണ് കണക്ക് കൂട്ടിയിരുന്നത്. Because when a father blessed, all the blessings that he has received from the Lord will be transferred to the son or a daughter. കാരണം ഒരു പിതാവ് അനുഗ്രഹിക്കപ്പെട്ടവനാണെങ്കിൽ അവൻ്റെ സകല അനുഗ്രഹങ്ങളും ഓട്ടോമാറ്റിക്കലി തൻ്റെ മകളിലേക്ക് പകരപ്പെടുന്നു. You remember, immediately after God created Adam and Eve, Adam first, God blessed them. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ദൈവം ആദാമിനെ സൃഷ്ടിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ദൈവം അവരെ അനുഗ്രഹിച്ചു. How did God bless them? ദൈവം എങ്ങനെയാണ് അവരെ അനുഗ്രഹിച്ചത്? He did not take a parchment and write everything and signed it. അവൻ ഒരു പാർച്ച്മെന്റ് എടുത്ത് അതിനകത്ത് കാര്യങ്ങളെല്ലാം എഴുതുകയല്ലായിരുന്നു. He did not give a big block of bullion, a block of gold to them. അല്ലെങ്കിൽ ഒരു വലിയ ബ്ലോക്ക് സ്വർണം എടുത്ത് അവർക്ക് കൊടുക്കുകയല്ലായിരുന്നു. Instead, he just spoke some words of blessings, that's all. പകരം അവൻ അനുഗ്രഹത്തിന്റെ ചില വാക്കുകൾ അവരോട് പറഞ്ഞു. So when Isaac was dying, Jacob wanted to get the father's blessing. ഇസ്ഹാക്ക് മരിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് യാക്കോബ് തൻ്റെ അനുഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കുവാൻ ആഗ്രഹിച്ചു. Genesis 27 verse number 10. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വചനത്തിലാണത്.
then take it to your father to eat, so that he may give you his blessing before he dies. നിന്റെ അപ്പൻ തിന്ന് തന്റെ മരണത്തിന് മുന്നേ അനുഗ്രഹിക്കേണ്ടതിന് നീ അത് അവന്റെ അടുക്കൽ കൊണ്ടു ചെല്ലണം. This is Rebecca speaking. ഇത് റെബേക്ക സംസാരിക്കുന്ന കാര്യമാണ്. Rebecca is speaking to the younger one among the twins. ഇപ്പോൾ റിബേക്ക രണ്ട് മക്കളിൽ ഇരട്ടയിൽ ഒരുവനോടാണ് ഇത് സംസാരിക്കുന്നത്. And this is Jacob. Jacob is listening to Rebecca, the mother. ഇത് യാക്കോബാണ്. യാക്കോബ് തന്റെ അമ്മയായ റിബേക്കയെ ഇപ്പോൾ ശ്രദ്ധിക്കുകയാണ്. Rebecca herself cooked some very good meat and gave to Jacob to take to Isaac. ഈ സമയത്ത് റിബേക്ക തന്നെ നല്ല രീതിയിൽ ഭക്ഷണം പാചകം ചെയ്ത് യാക്കോബിന്റെ കൈവശം കൊടുത്ത് ഇസ്ഹാക്കിന് കഴിക്കുവാൻ വേണ്ടി കൊടുത്തു. And what was the purpose? എന്താണ് പിന്നിലെ ലക്ഷ്യം? To receive the father's blessings. പിതാവിന്റെ അനുഗ്രഹത്തെ പ്രാപിക്കുക. In those days, the elder one had to get the biggest blessing. അന്നത്തെ കാലഘട്ടത്തിൽ മൂത്ത പുത്രനാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. And because of the negligence of the elder one, Esau, and because of the deceitfulness of the younger one, Jacob, he got the best blessing. എന്നാൽ ഏശാവിന് ഉണ്ടായ അവഗണന നിമിത്തമായിട്ടും യാക്കോബിന്റെ ഉപായ നിമിത്തമായിട്ടും യാക്കോബിനാണ് അവിടെ കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. So they all knew, Esau knew, Jacob knew, Isaac knew, Rebekah knew, the father's blessing was something big. അവിടെയുള്ള എല്ലാവർക്കും, യാക്കോബിനാണെങ്കിലും ഏശാവിനാണെങ്കിലും റെബേക്കയ്ക്കാണെങ്കിലും എല്ലാവർക്കും പിതാവിൻ്റെ അനുഗ്രഹം വലിയ അനുഗ്രഹമാണ് എന്നതിൽ അറിവുണ്ടായിരുന്നു. And coming to Genesis 49, ഇനിയിപ്പോൾ അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിലേക്ക് വന്നാലും there we can see Jacob in turn blessing his children, the 12 children. ഇത് ഇപ്പോൾ യാക്കോബ് തൻ്റെ പുത്രന്മാരെ അനുഗ്രഹിക്കുന്ന സമയമായിരിക്കുകയാണ്. So Jacob received blessing from his father Isaac. യാക്കോബ് തൻ്റെ അനുഗ്രഹം തൻ്റെ പിതാവായ ഇസ്ഹാക്കിൽ നിന്നാണ് പ്രാപിച്ചത്. Now Jacob is blessing his children. ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ യാക്കോബ് തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുകയാണ്. And the blessing that was transferred to one among the 12, Joseph, was something special. എന്നാൽ അതിൽ തൻ്റെ മക്കളിൽ 12 മക്കളിൽ ഒരുവനായിരിക്കുന്ന യോസഫിന് അനുഗ്രഹം പകരുമ്പോൾ അത് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. We shall read that now. നമ്മളത് വായിക്കാൻ പോകുകയാണ്. Verse 1 and 2 first. അതിൻ്റെ 1-2 വചനങ്ങൾ നമുക്ക് വായിക്കാം. Then Jacob called his sons and said, "Gather around, so I can tell you what will happen to you in the days to come." അനന്തരം യാക്കോബ് തൻ്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവിൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ So അറിയിക്കും. this was going to be a prophetic blessing, ഇത് ഒരു പ്രാവചനിക അനുഗ്രഹമായിട്ടാണ് because the അറിയപ്പെടുന്നത്. Spirit of God rested upon Jacob. കാരണം ദൈവത്തിന്റെ ആത്മാവ് അവിടെ യാക്കോബിന്റെ മേൽ വാസം ചെയ്തു. And before he died, he knew very well what was going to happen to each one among the 12. തൻ്റെ 12 മക്കളിൽ ഓരോരുത്തർക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് തനിക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. Because there was a spirit of revelation, the spirit of prophecy resting in his life. കാരണം ഒരു വെളിപ്പാടിന്റെ ആത്മാവ് അല്ലെങ്കിൽ പ്രവചനത്തിന്റെ ആത്മാവ് യാക്കോബിന്റെ മേൽ വാസം ചെയ്തിരുന്നു. In other words, whatever he spoke would materialize in the children's life. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എന്താണോ താൻ സംസാരിച്ചത് ആ കാര്യങ്ങളെല്ലാം തന്നെ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കപ്പെട്ടു. Verse number 2, assemble and listen, sons of Jacob, listen to your father Israel. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് കേൾപ്പിൻ, നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവി തരുവിൻ. Now coming to verse number 22. ഇനി ഇപ്പോൾ 22 വചനത്തിലേക്ക് നമുക്ക് So വരാം. one by one he is blessing. ഓരോരുത്തരെയായിട്ട് താൻ അനുഗ്രഹിക്കുകയാണ്. Starting from the eldest one, he is blessing each and every one. ഏറ്റവും മൂത്ത മകൻ തുടങ്ങി ഓരോ വ്യക്തികളെയും താൻ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. Joseph is number 11. ഇപ്പോൾ 11ാമത്തെ വ്യക്തിയാണ് യോസഫ്. When he came to Joseph, he says, Joseph is a fruitful vine near a spring, whose branches climb over a wall. 22ാമത്തെ വചനം, യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ, അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. With bitterness archers attacked him, they shot at him with
shot at him with hostility. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവൻ എയ്തു, അവനോട് പൊരുതു. But his bow remained steady. His strong arms stayed limber. Because of the hand of the mighty one of Jacob, because of the shepherd, the rock of Israel. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു, അവന്റെ ഭുജം യാക്കോബിന്റെ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു, ഇസ്രായേലിന്റെ പാറയായ ഉടയവന്റെ നാമത്താൽ തന്നെ. Because of your father's God who helps you, because of the Almighty who blesses you with blessings of the skies above, blessings of the deep springs below, blessings of the breast and womb. നിൻ പിതാവിൻ്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും. സർവശക്തനാൽ തന്നെ അവൻ മീതെ ആകാശത്തിൻ്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിൻ്റെ അനുഗ്രഹങ്ങളാലും മുലയുടെയും ഗർഭത്തിൻ്റെയും അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും. Coming to verse number 26. Your father's blessings are greater than the blessings of the ancient mountains, than the bounty of the age-old hills. Let all these rest on the head of Joseph, on the brow of the prince among his brothers. 26. നിന്റെ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ എൻ ജനകന്മാരുടെ അനുഗ്രഹങ്ങൾക്ക് മീതെ ശാശ്വത ഗിരികളുടെ അറ്റത്തോളം പ്രബലപ്പെട്ട് അവ യോസെഫിൻ്റെ തലയിലും തൻ്റെ സഹോദരന്മാരിൽ പ്രഭുവായവൻ്റെ നെറുകയിലും വരും. Jacob is now poetic and prophetic. ഈ സമയത്ത് യാക്കോബ് അല്പം പോയറ്റിക്കായിട്ട് പദ്യരൂപേണയും അതുപോലെ പ്രവചന രൂപേണയുമാണ് സംസാരിക്കുന്നത്. Because he was speaking every word in the Holy Spirit. കാരണം അവൻ സകല വാക്കുകളും പരിശുദ്ധാത്മാവിലാണ് സംസാരിക്കുന്നത്. You can read this again and again. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വായിക്കാൻ സാധിക്കും. You'll get a lot of light into the blessing of a father. പിതാവിൻ്റെ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വെളിച്ചം നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കും. In those days, usually a father blessed his children just before he died. ആ കാലഘട്ടങ്ങളിൽ സാധാരണ പിതാക്കന്മാർ മക്കളെ അനുഗ്രഹിക്കുക തന്റെ മരണത്തിന് തൊട്ടു മുൻപായിട്ടാണ്. But I'm talking about the Heavenly Father's blessing. എന്നാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സ്വർഗീയ പിതാവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. He is not a man to die. അവൻ മരിക്കുവാനായിട്ട് ഒരു മനുഷ്യനല്ല. He's an eternal God. അവൻ നിത്യനായ ദൈവമാണ്. As he is living forever, he wants to bless his children generation after generation. അവൻ നിത്യനായി ജീവിക്കുന്നവനായതുകൊണ്ട് തന്റെ മക്കളെ തലമുറ തലമുറയായി അനുഗ്രഹിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. This is written in Ephesians chapter 1. എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലാണ് ഇത് എഴുതിപ്പെട്ടിരിക്കുന്നത്. Verse number 3 onwards. അതിന്റെ 3 മുതലുള്ള വേദവചനങ്ങൾ. Paul is writing, praise be to the God and the Father of our Lord Jesus Christ, who has blessed us in the heavenly realms with every spiritual blessing in Christ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. So he says, God the Father has blessed us in the heavenly realms with every spiritual blessing. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിതാവ് സ്വർഗീയ തലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും ആത്മീക അനുഗ്രഹത്താൽ അനുഗ്രഹിച്ചിരിക്കുന്നു. Verse number 4, for he chose us in him before the creation of the world to be holy and blameless in his sight. 4-ാമത്തെ വചനം, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുന്നമേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. In other words, everything is pre-planned with the Father. മറ്റൊരു തരത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പിതാവിനാൽ മുൻ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. Everything he planned before ages. കാലങ്ങൾക്ക് മുന്നമേ തന്നെ, യുഗങ്ങൾക്ക് മുന്നമേ തന്നെ അവൻ സകല കാര്യങ്ങളും പദ്ധതിയിട്ട് കഴിഞ്ഞു. And according to his foreknowledge, he chose us in Christ even before the creation of the entire world. അതുമാത്രമല്ല, ക്രിസ്തുവിൽ ഈ ഭൂമിയെ മുഴുവൻ ഉണ്ടാക്കുന്നതിന് മുന്നമേ സകല കാര്യങ്ങളെയും അവന്റെ മുന്നറിവിനാൽ അവൻ അറിഞ്ഞിരുന്നു. And what was the purpose? എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? To be holy and blameless in his sight. അവന്റെ സന്നിധിയിൽ നാം എല്ലാവരും വിശുദ്ധരും നിഷ്കളങ്കരുമാകുക എന്നുള്ളതാണ്. I'm continuing. In love, he predestined us for adoption to sonship through Jesus Christ in accordance with his pleasure and will.
തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് Yes. അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. Yeah, he predestined us in his love. തൻ്റെ സ്നേഹത്തിൽ നമ്മെ മുൻനിയമിച്ചു. And he also adopted us to sonship. അതുമാത്രമല്ല നമ്മെ ഓരോരുത്തരെയും അവൻ്റെ പുത്രത്വത്തിലേക്ക് നമ്മെ ദത്തെടുത്തു. Then verse number 6, to the praise of his glorious grace, which he has freely given us in the one he loves. അവൻ പ്രിയനായവനിൽ, ആറാമത്തെ വചനം, നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി. Coming to verse number 7, in him we have redemption through his blood, the forgiveness of sins, in accordance with the riches of God's grace. 7-8 വചനങ്ങൾ ചേർന്ന് വായിക്കുമ്പോൾ അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. Very, very long sentence, but I will cut it into pieces. ഇത് വളരെ നീണ്ട ഒരു സെന്റൻസ് ആണ്, അതുകൊണ്ട് ഞാൻ ഇതിനെ ചെറുതായിട്ട് മുറിച്ച് നിങ്ങളോട് സംസാരിക്കാം. In Christ, in Christ, in the Son of God, we have redemption through his blood. ക്രിസ്തുവിൽ അവന്റെ രക്തത്താൽ നമുക്ക് മോചനം, വീണ്ടെടുപ്പുണ്ട്. Remember, I am talking about the Father's blessings. ഓർക്കുക, ഞാൻ പിതാവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് All സംസാരിക്കുന്നത്. these blessings are coming through Jesus. ഈ അനുഗ്രഹങ്ങളെല്ലാം യേശുക്രിസ്തുവിലൂടെയാണ് വരുന്നത്. We are called in him. നമ്മൾ അവനിൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. And we are redeemed through him. അവനിലൂടെ നാം We വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. are redeemed through his blood. അവന്റെ രക്തത്താൽ നാം And we വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. also receive forgiveness of sins. അതുമാത്രമല്ല നാം എല്ലാവരും പാപങ്ങളുടെ മോചനത്തെ നാം സ്വീകരിച്ചിരിക്കുന്നു. How many sins have we committed? നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പാപങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്? Is there any count? അതിന് എണ്ണം തിട്ടപ്പെടുത്തുവാൻ സാധിക്കുമോ? Nobody can count his own sins. ആർക്കും തന്നെ അവന്റെ പാപത്തെ, അവരവരുടെ പാപത്തെ എണ്ണി തിട്ടപ്പെടുത്തുവാൻ സാധ്യമല്ല. But God the Father just wiped away all the sins. എന്നാൽ സ്വർഗീയ പിതാവ് ഈ പാപങ്ങളെല്ലാം തന്നെ അവൻ തുടച്ചു മാറ്റിക്കളഞ്ഞു. And we have a clean slate now. ഇപ്പോൾ നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ലേറ്റ് ആണ് കയ്യിലുള്ളത്. And this is called the forgiveness of sins. ഇതിനെയാണ് പാപങ്ങളുടെ മോചനം എന്ന് പറയുന്നത്. How many sins are forgiven by the Father? പിതാവിനാൽ നമ്മുടെ എത്ര പാപങ്ങളാണ് മോചിക്കപ്പെട്ടിരിക്കുന്നത്? Nobody can count. ആർക്കും തന്നെ അത് എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. And freely we are receiving that forgiveness. അത് മാത്രമല്ല സൗജന്യമായിട്ടാണ് ഈ പാപക്ഷമ നമുക്ക് And ലഭിച്ചിരിക്കുന്നത്. this is in accordance with the riches of God's grace. ഇത് സംഭവിച്ചിരിക്കുന്നതാകട്ടെ ദൈവത്തിന്റെ കൃപാധനപ്രകാരമാണ്. Riches of God's grace. ദൈവത്തിന്റെ കൃപയുടെ ധനം കൊണ്ടാണ്. God's grace is rich toward us. ഓർക്കുക, ദൈവത്തിന്റെ കൃപ എന്നുള്ളത് നമുക്കായി അത്യന്തം ധനമായിട്ടാണ് വ്യാപരിച്ചിരിക്കുന്നത്. Coming to verse number 8, that he lavished on us. അത് മാത്രമല്ല 8-ാമത്തെ വചനത്തിൽ നാം കാണുന്നു, അവനത് ധാരാളമായി നമ്മോട് കാണിച്ചു. With all wisdom and understanding, coming to verse number 9, he made known to us the mystery of his will according to his good pleasure which he purposed in Christ. അത് മാത്രമല്ല ഈ ധാരാളമായി കാണിച്ച കൃപാധനം സകല ജ്ഞാനവും വിവേകവുമായിട്ടാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അവനിൽ താൻ മുൻനിർണയിച്ച് തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. Coming to verse number 10, to be put into effect when the times reach their fulfillment, to bring unity to all things in heaven and on earth under Christ. അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ടുതന്നെ. And in him, verse number 11, we were also chosen, having been predestined according to the plan of him who works out everything in conformity with the purpose of his will. അവനിൽ നാം അവകാശവും പ്രാപിച്ചു, തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുന്നിൽ കൂട്ടി. Verse number 12, in order that we who were the first to put our hope in Christ might be for the praise of his glory. ക്രിസ്തുവിൽ ആശ വെച്ചവരായി ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിൽ തന്നെ.
And you also were included in Christ when you heard the message of truth, the gospel of your salvation. 13-ാമത്തെ വചനം, അവനെ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്. When you were believed, you were marked in him with a seal, the promised Holy Spirit. തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. Verse number 14, who is a deposit guaranteeing our inheritance until the redemption of those who are God's possession to the praise of his glory. 14-ാമത്തെ വചനം, തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. What all things he has done for us. എന്തെല്ലാം കാര്യങ്ങളാണ് അവൻ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. All these things are coming as the riches of the Father's blessings. ഇതെല്ലാം തന്നെ വരുന്ന പിതാവിൻ്റെ ധനത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ധനത്തിൽ നിന്നാണ്. So just like the ancient fathers blessed their children, the heavenly Father is blessing us. ഓർക്കുക, പൂർവ്വപിതാക്കന്മാർ തങ്ങളുടെ മക്കളെ എങ്ങനെ അനുഗ്രഹിച്ചിരിക്കുന്നു, ആ വിധത്തിൽ തന്നെ സ്വർഗീയ പിതാവ് തൻ്റെ മക്കളായ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. Shall we shout hallelujah? ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? Thank you, Lord Jesus, for the blessings that are brought on us from the Father. സ്വർഗീയ പിതാവിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങളെ അങ്ങ് കൊണ്ടുവന്നതിനായി യേശു കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. Amen. ആമേൻ. Okay, let us listen to one testimony right now. ഈ സമയത്ത് നമുക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട ടെസ്റ്റിമണി ഇപ്പോൾ കേൾക്കാം. By the way, thank you so much all people who are sending in your experiences and testimonies. നിങ്ങളുടെ ടെസ്റ്റിമണികൾ അതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ ഓരോ വ്യക്തികളും അയക്കുന്നതിന് ഇതിനിടയിൽ ഞാൻ നന്ദി പറയട്ടെ. എൻ്റെ പേര് ചിഞ്ചു എന്നാണ്. ഞാൻ കൊല്ലത്തു നിന്നാണ്. 2 ദിവസമായിട്ട് എൻ്റെ മോള് ഭയങ്കരമായിട്ട് പനിയാൽ ഭാരപ്പെട്ടു. ഇന്നലെ രാത്രി വെളുപ്പിന് 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ചൂട് ഒരുപാട് കൂടി. എനിക്കെന്തോ വേണമെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ അങ്ങനെ രാത്രി തന്നെ മെസ്സേജ് അയച്ചായിരുന്നു, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ബ്രദർ എനിക്ക് അന്നേരം അതിനുള്ള മറുപടി തന്നു, പ്രാർത്ഥിച്ചു. പക്ഷേ ഇപ്പോൾ മോൾക്ക് ഒരു കുഴപ്പമില്ല, പൂർണ്ണമായിട്ടുള്ള സൗഖ്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അവൾ കുളിച്ചു, ചൂടെല്ലാം ദൈവം എടുത്ത് മാറ്റി. ഈ ചൂടിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ കൊറോണ ടെസ്റ്റ് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ദൈവം അത് മാറ്റി, ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ദൈവത്തിന് നന്ദി പറയുന്നു, പ്രാർത്ഥിച്ചു. That is wonderful. Jesus healed Peter's mother-in-law's fever. യേശു കർത്താവ് പത്രോസിന്റെ അമ്മായിമ്മയുടെ പനിയെ സൗഖ്യമാക്കി. And these in this season every fever is suspected. ഈ കാലഘട്ടത്തിൽ എല്ലാ പനിയും വളരെയധികം സംശയം ഉളവാക്കുന്നതാണ്. Anyway, this mother says after prayer the child was completely healed. ഏതായാലും ഈ അമ്മ പറയുന്നത് പ്രാർത്ഥനയ്ക്ക് ശേഷം കുഞ്ഞ് പരിപൂർണമായി സൗഖ്യമായി. Let us pray right now. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. Father, I pray that you may stretch forth your hands to heal the sick people. കർത്താവേ, ഇപ്പോൾ പിതാവേ, രോഗികളെ സൗഖ്യമാക്കാൻ അങ്ങയുടെ കൈകൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Piles be healed in Jesus name. പൈൽസ് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. Cancer be healed in Jesus name. ക്യാൻസർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. Kidney problems be healed in Jesus name. കിഡ്നി പ്രശ്നങ്ങൾ യേശുവിന്റെ നാമത്തിൽ. Arthritis be healed in Jesus name. ആർത്രൈറ്റിസ് സൗഖ്യമാകട്ടെ. All kinds of pain be relieved in Jesus name. എല്ലാ തരത്തിലുള്ള വേദനകളിൽ നിന്ന് ഇപ്പോൾ ഇവർ പുറത്തു വരട്ടെ. You can stretch forth your hands and receive healing right now. ഈ സമയത്ത് നിങ്ങളുടെ കൈകൾ നീട്ടിക്കൊണ്ട് നിങ്ങളുടെ സൗഖ്യത്തെ നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കാൻ. So Lord, I pray for people facing different problems in their lives. കർത്താവേ, അതുമാത്രമല്ല ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങൾ, അതിനുവേണ്ടി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. Lord, release your blessings. കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ അനുഗ്രഹത്തെ ഈ ജനത്തിന്റെ മേൽ അയക്കണമേ. In Jesus name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. Thank you for watching today's episode. ഇന്നത്തെ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായി നന്ദി. Tomorrow being Sunday we have 2 services. നാളെ ഞായറാഴ്ച നമുക്ക് 2 സർവീസ് ആണുള്ളത്. One is at 8 o'clock English service. ആദ്യത്തെ 8 മണിക്ക് ഇംഗ്ലീഷ് സർവീസ് ആണ്. 10 o'clock we will have a bilingual service, English and Malayalam. എന്നാൽ 10 മണിക്ക് നമുക്കൊരു ബൈലിംഗൽ സർവീസ് ആണ്, ഇംഗ്ലീഷ് ആൻഡ് മലയാളം. You can watch it online. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാച്ച് Or ചെയ്യാം. you can come to your nearby blessing center. അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ബ്ലെസ്സിംഗ് സെന്ററുകളിൽ വന്ന് അറ്റൻഡ് ചെയ്യുക. Monday again we will go through this Bible study. തിങ്കളാഴ്ച വീണ്ടും ഈ ബൈബിൾ സ്റ്റഡിയിലൂടെ നമ്മൾ കടക്കാൻ God പോകുന്നു. bless you all. Bye bye. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബൈ ബൈ. താഴ്വരയിൽ ഞാൻ നടക്കും, ഓ
നടക്കും ഭയം കൂടാതെ, ജീവിക്കും അന്ത്യം വരെ നിൻ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. ജീവിക്കും അന്ത്യം വരെ നിൻ സാന്നിധ്യം അനുഭവിച്ചു. യേശുവേ, 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 നീ മാത്രമേ ആശ്രയമോ. യേശുവേ, യേശുവേ, നീ മാത്രമേ യേശുവേ, ഓ യേശുവേ, ഓ എൻ പ്രാണനാഥനാം യേശുവേ, നീ മാത്രമേ എൻ്റെ ആശ്രയം. ഓ യേശുവേ, ഓ യേശുവേ, നീ മാത്രമേ ആനന്ദം. ആനന്ദം. ഓ ഹല്ലേലൂയ.